Hi all, this is Meera. ഇന്നത്തെ ക്ലാസ് 10 chapter 1 exercise 1.4 question number 1. Without performing the long division, state whether the following rational numbers will have terminating or non-terminating recurring decimal expansion. ഇവിടെ പറഞ്ഞിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന റാഷണൽ നമ്പേഴ്സിൽ ലോങ് ഡിവിഷൻ പെർഫോം ചെയ്യാതെ നമ്മൾ അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയിരിക്കുമോ നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് ആയിരിക്കുമോ എന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം തന്നിരിക്കുന്ന റാഷണൽ നമ്പറിൻ്റെ പിയും ക്യൂവും P/Q ഫോമിലായിരിക്കും റാഷണൽ നമ്പർ. അതിൻ്റെ പിയും ക്യൂവും കോ പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യണം. കോ പ്രൈം ആണെങ്കിൽ, അതായത് ഏറ്റവും സിംപ്ലിഫൈഡ് ഫോം ആണെങ്കിൽ, അതിന് രണ്ടിനും ഫാക്ടേഴ്സ് കോമൺ ആയിട്ട് 1 മാത്രമേ ഉള്ളൂ എങ്കിൽ ദെൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ക്യൂ ആണ്. അതായത് ക്യൂ 2ന്റെ ഫാക്ടർ ആണോ 5ന്റെ ഫാക്ടർ ആണോ അതോ 2ന്റെയും 5ന്റെയും കൂടി ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അത് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും. ഇനി ക്യൂ നോട്ട് ഈക്വൽ ടു 2n 5m ഫോം ആണെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും. നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ 13/3125. ആദ്യം ഞാൻ പറഞ്ഞു പിയും ക്യൂവും കോപ്രൈം ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്കറിയാം 13 എന്ന് പറഞ്ഞാൽ ഒരു പ്രൈം നമ്പറാണ്. സോ 13ഉം 1 മാത്രമാണ് അതിൻ്റെ ഫാക്ടേഴ്സ്. അതുകൊണ്ട് ഇനി 3125നെ നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 3125 ആദ്യമായിട്ട് 5 കൊണ്ട് നോക്കുന്നു. അപ്പം നമുക്കറിയാം പ്രൈം നമ്പേഴ്സ് പറഞ്ഞാൽ 2, 3, 5, 7 അങ്ങനെ പോകുന്നു. അപ്പോൾ 2 കൊണ്ടും 3 കൊണ്ടും നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുകയില്ല. സോ 5, 6 5s are 30, 5 2s are 10, 5 5s are 25. നെക്സ്റ്റ് 5 കൊണ്ട് ചെയ്യുന്നു. 1, 5 2s are 10 and 5 5s are 25. അപ്പോൾ 125 into 5 ആണ് 625. Again 5 കൊണ്ട് നമ്മൾ ചെയ്യുന്നു. 5 2s are 10, 5 5s are 25. 5 into 5 ആണ് 25. 5 into 1 5. അപ്പം 3125നെ എങ്ങനെ എഴുതാം? 5 1 2 3 4 5 raised to 5 എന്ന് നമുക്ക് എഴുതാം. അതായത് 13 divided by 3125 എന്ന് പറയുന്നത് 13 divided by 5 raised to 5 ആണ്. അപ്പം നമ്മൾ 13 by 5 raised to 5 എന്ന് കിട്ടി. ഇവിടെ ഇനി ഒന്നും കോമൺ ആയിട്ട് മറ്റു ഫാക്ടേഴ്സ് ഒന്നുമില്ല. ഇവിടെ 13ഉം 5 raised to 5ൽ 5 മാത്രമേ ഉള്ളൂ ഫാക്ടേഴ്സ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം ക്യൂ എങ്ങനെയാണെന്ന്. അതായത് ഇതിൻ്റെ ഡിനോമിനേറ്റർ 5ന്റെ ഫാക്ടർ ആണ്. അപ്പോൾ 5ന്റെ ഫാക്ടർ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. അപ്പം 13/3125 13നെ 3125 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയിരിക്കും. സെക്കൻഡ് പാർട്ട് 17/8. അപ്പോൾ 17/8ൽ 17 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ്. ഇനി 8നെ ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 8നെ ഫാക്ടറൈസ് ചെയ്യുമ്പം 2, 4 2s are 8, again 2 കൊണ്ട് ചെയ്യാം. 2 2s are 4, 2 into 1 എന്ന് വന്നു. അതായത് 8 ഈസ് ഈക്വൽ ടു 2 raised to 3 ആണ് നമുക്കറിയാം. ഇപ്പോൾ 17ന്റെ കേസിൽ 17 മാത്രമേ ഉള്ളൂ അതിന് ഫാക്ടറായിട്ട്. 8ന്റെ അവിടെ 2 raised to 3 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്ന പിയും ക്യൂവും കോപ്രൈം ആണെന്ന് നോക്കുന്നു. അപ്പം പിയും ക്യൂവിൽ ഇനി കോമൺ ആയിട്ടൊന്നുമില്ല റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി. സോ കോപ്രൈം ആണ്. 1 മാത്രമേ ഉള്ളൂ 17നും ഈ 8 എന്ന് പറഞ്ഞ 2 ക്യൂബിനും കോമൺ ഫാക്ടർ ആയിട്ടാണ്. സോ 17/2 ക്യൂബിൽ ഇനി ക്യൂവിനെ ചെക്ക് ചെയ്യുന്നു. ക്യൂ എന്ന് പറയുന്നത് എന്തിൻ്റെ ഫാക്ടറാണ്? 2ന്റെ ഫാക്ടറാണ്. 2ന്റെ ഫാക്ടർ ആണെങ്കിൽ അത് എന്തായിരിക്കും? ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ നമ്മൾ എഴുതണം. അതായത് 17നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും. കാരണം അതിൻ്റെ ഡിനോമിനേറ്റർ 2ന്റെ ഫാക്ടർ ആണ്. തേർഡ് പാർട്ട് 64 divided by 455. അപ്പോൾ ഇവിടെ 64 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ അല്ല. സോ അതിനും ഫാക്ടേഴ്സ് കാണും. ആദ്യമായിട്ട് അതിൻ്റെ ഫാക്ടേഴ്സ് നോക്കാം. 64നെ ഞാൻ 2 കൊണ്ട് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് 2 കൊണ്ട് നോക്കി. 3 2s are 6 and 2 2s are 4, 32 വന്നു. ദെൻ ഇവിടെ 16 ആണ്. 16 into 2 എന്ന് പറയുന്നതാണ് 32. 2 കൊണ്ട് ചെയ്യുമ്പോൾ 8 വന്നു. 2 4 2s are 8, 2 2 1. അപ്പം
64 പകരം എന്ത് എഴുതാം? ഇവിടെ ആകെ 6 2 raised to 6 എന്ന് എഴുതാം. അതായത് 64 എന്ന് പറയുന്നത് 2 raised to 6 ആണ്. ഇനി നമുക്ക് 455ന്റെ കേസ് നോക്കാം. ഇതിങ്ങനെ എഴുതുന്നത് നമ്മുടെ പിയും ക്യൂവും കോപ്രൈം ആകണം. അപ്പൊ എന്തെങ്കിലും ഫാക്ടർ ഉണ്ട് അതിനെ വെട്ടിക്കളയണം. അതുകൊണ്ടാണ് ഈ 64ന്റെ കൂടെ ഫാക്ടറൈസേഷൻ നമ്മൾ ചെയ്തത്. ഇനി 455നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 5 കൊണ്ട് നമുക്ക് ചെയ്യാം. 9 into 5 45 ആണ്. then 1 വന്നു. 91നെ 2 കൊണ്ട് ചെയ്യാൻ സാധിക്കത്തില്ല. 3 പറ്റില്ല. 5 ഇല്ല. 7 1 7 വന്നു. റിമൈൻഡർ 2 21 വന്നു. 3. അപ്പം 13 എന്ന് പറഞ്ഞ പ്രൈം നമ്പർ ആണ്. 13 into 1. അപ്പം 455ന് പകരമായിട്ട് 5 raised to 1 into 7 into 13. അതായത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. 2 raised to 6 divided by 5 raised to 1 7 raised to 1 and into 13 raised to 1. അപ്പം ഇവിടെ 2 ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും നമ്പർ കോമൺ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചതിനെ വെട്ടിക്കളഞ്ഞ് റെഡ്യൂസ് ചെയ്യായിരുന്നു. സിംപ്ലിഫൈഡ് ഫോം കണ്ടെത്തായിരുന്നു. അപ്പം ഇവിടെ 1 മാത്രമേ ഉള്ളൂ ഈ പിക്കും ക്യൂവിന്. 64നും 455നും കോമൺ ആയിട്ട്. സോ ഇത് കോപ്രൈം ആണ്. രണ്ടാമതായിട്ട് നമ്മൾ ഈ ഡിനോമിനേറ്റർ ചെക്ക് ചെയ്യുന്നു. ഇവിടെ 5ഉം 2ഉം അല്ലാതെ 7ഉം 13ഉം ഉണ്ട്. അതുകൊണ്ട് എന്തായിരിക്കും ഇത്? നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. അപ്പൊ അതിന്റെ റീസൺ എന്താണ്? ഇവിടെ റീസൺ ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ ഡിനോമിനേറ്ററിൽ 5ഉം 2ഉം അല്ലാതെ 7ഉം 13ഉം ഫാക്ടേഴ്സ് ആയിട്ട് വന്നതുകൊണ്ട് നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും. ഫോർത്ത് പാർട്ട് 15 divided by 1600. ഇവിടെ നോക്കുമ്പോൾ 15 ന്യൂമറേറ്റർ ഒരു പ്രൈം നമ്പർ അല്ല. സോ 15നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം 3 5 3s are 15. അപ്പം 15ന് പകരം നമുക്ക് എന്ത് എഴുതാം? 3 into 5 എന്ന് എഴുതാം. നമുക്കത് ഓൾറെഡി അറിയാം. 5 3s are 15. ഇനി നമുക്ക് ചെയ്യേണ്ടത് 1600. ആദ്യമായിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 800 800 വന്നു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 400 വരും. അഗെയിൻ 2 കൊണ്ട് 200 2 100 250 2 കൊണ്ട് ചെയ്യുമ്പോൾ 25 വന്നു. 5 5s are 25 5 1. അപ്പോൾ ഇവിടെ എന്ത് വരും? 1600ന് പകരമായിട്ട് 1 2 3 4 5 6 6 2 raised to 6 into 5 raised to 2 എന്ന് വന്നു. അപ്പം ഈ 5 raised to 2നെ ഞാൻ 5 into 5 എന്ന് എഴുതി. അതായത് 5 into 5 എന്ന് എഴുതുന്നതും 5 raised to 2 എന്ന് എഴുതുന്നതും സെയിം ആണ്. അപ്പം ഇവിടെ 15 എന്ന് പറയുന്നത് 3 into 5 ആണ്. 1600 എന്ന് പറയുന്നത് 2 raised to 6 into 5 raised to 2 അല്ലെങ്കിൽ 5 into 5 ആണ്. ഇവിടെ ഇങ്ങനെ എഴുതിയത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുകളിൽ ഒരു 5 ഉണ്ട്, താഴെ ഒരു 5 ഉണ്ട്. അതിനെ രണ്ടിനെ നമ്മൾ വെട്ടിക്കഴിഞ്ഞ് റെഡ്യൂസ് ചെയ്യുമ്പോഴാണ് എന്താ ഇത് രണ്ടും കോപ്രൈം ആകുന്നത്. ഇവിടെ ഇനി നോക്കുവാണെങ്കിൽ 3ഉം 1ഉം ഉള്ളു ഫാക്ടർ. ബാക്കി ഈ 2 raised to 6 into 5ന്റെ കേസിലും 1 മാത്രമാണ്. ഈ രണ്ട് നമ്പർ നോക്കുവാണെങ്കിൽ 1 മാത്രമാണ് കോമൺ ഫാക്ടർ. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ പിയും ക്യൂവും കോപ്രൈം ആകണമെന്നാണ്. അതിനുവേണ്ടിയാണ് ഈ 5 രണ്ടും നമ്മൾ വെട്ടിക്കളഞ്ഞ് അതിനെ സിംപ്ലിഫൈ ചെയ്തു. ഇനിയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ക്യൂവിനെ ചെക്ക് ചെയ്യണം. ക്യൂവിനെ ചെക്ക് ചെയ്യുമ്പോൾ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 2ഉം 5ഉം മാത്രമേ ഉള്ളൂ. സോ ഇതെന്തായിരിക്കും? ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. അപ്പം ആദ്യമായിട്ട് നമ്മൾ ഈ പിയും ക്യൂവും കോപ്രൈം ആണെന്ന് ഉറപ്പുവരുത്തണം. അതിനുശേഷം മാത്രമാണ് ക്യൂ ചെക്ക് ചെയ്ത് ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് ആണോ എന്ന് എഴുതേണ്ടത്. ഫിഫ്ത്ത് പാർട്ട് 29 divided by 343. ഇവിടെ ന്യൂമറേറ്റർ 29 ഒരു പ്രൈം നമ്പർ ആണ്. സോ 29നെ ഇനി നമ്മൾ ഫാക്ടറൈസ് ചെയ്യേണ്ട കാര്യമില്ല. 343യെ ഫാക്ടറൈസ് ചെയ്യാം. 343യെ 7 കൊണ്ടാണ് ചെയ്യേണ്ടത്. ഇവിടെ 2 3 5 ഇതുകൊണ്ടൊന്നും പറ്റില്ല. സോ 7 കൊണ്ട് 7 4s are 28. പിന്നെ റിമൈൻഡർ 34ന് 28 കുറയ്ക്കുമ്പോൾ 6 വരും. 63 9 into 7 63. അപ്പോൾ 49 into 7 ആണ് 343. Again 7 into 7 7 7s are 49. അപ്പോൾ ഇവിടെ 29ന്റെ കേസ് വേറെ ഫാക്ടേഴ്സ് ഒന്നുമില്ല. 29ഉം 1ഉം മാത്രമേ ഉള്ളൂ. 343ക്ക് പകരം എന്ത് എഴുതാൻ പറ്റും? 7 ക്യൂബ്. അപ്പോൾ ആദ്യത്തേത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോപ്രൈം ആണ്. സെക്കൻഡ് കേസിൽ ഇനി ഡിനോമിനേറ്റർ നമ്മൾ ചെക്ക് ചെയ്യുന്നു.
ഇവിടെ 2-ന്റെയും 5-ന്റെയും ഫാക്ടർ അല്ല, 7 ആണ് ഫാക്ടർ. സോ ഇതെന്തായിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും. അപ്പം ഡിനോമിനേറ്റർ 7 ആണ് ഫാക്ടർ. സോ നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. 6th പാർട്ട് നോക്കാം. 23 ഡിവൈഡഡ് ബൈ 2 ക്യൂബ് ഇൻറ്റു 5 സ്ക്വയർ. ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്താണ് തന്നിരിക്കുന്നത്. നമുക്കപ്പം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യേണ്ട പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം, പിയും ക്യൂവും കോപ്രൈം ആണെന്ന്. അപ്പം 23 എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൈം നമ്പർ ആണ്. സോ 23 1 മാത്രമായിരിക്കും അതിൻ്റെ ഫാക്ടർ. ദെൻ ഇവിടെ 2 ക്യൂബ് ഇൻറ്റു 5 സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കോപ്രൈം ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ചെക്ക് ചെയ്യാം. ക്യൂ എന്ന് പറയുന്നത് 2-ന്റെയും 5-ന്റെയും ഫാക്ടർ ആണ്. സോ ഇത് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. 7th one, 129 divided by 2 square into 5 raised to 7 into 7 raised to 5. ഇവിടെ 129 വന്നൊരു പ്രൈം നമ്പർ അല്ല, അതുകൊണ്ട് നമ്മൾ ആദ്യം അതിനെ ഫാക്ടറൈസ് ചെയ്യുന്നു. 129നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 3s are 12, 3 3s are 9. ഇതിനെ 43 ഒരു പ്രൈം നമ്പർ ആണ്. സോ 43 into 1 43. സോ 129നെ എനിക്ക് 3 into 43 എന്ന് എഴുതാം, divided by 2 square into 5 raised to 7 into 7 raised to 5. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് പിയും ക്യൂവും കോപ്രൈം ആണോ എന്നാണ്. ഇവിടെ പിക്കും ക്യൂവിനും, അതായത് 129 താഴത്തെ 2 square 5 raised to 7 7 raised to 5 കോമൺ ആയിട്ടൊന്നും തന്നെ ഇല്ല. സോ ഇത് കോപ്രൈംസ് ആണ്. ദെൻ നമ്മൾ ചെക്ക് ചെയ്യുന്നു, ക്യൂ ചെക്ക് ചെയ്യുന്നു. ഇവിടെ 2ഉം 5ഉം ഫാക്ടർ ഉണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ 7ഉം കൂടി ഫാക്ടർ ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതെന്തായിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും. ബിക്കോസ് 2-ന്റെയും 5-ന്റെയും കൂടി 7 കൂടി ഫാക്ടർ ആയിട്ട് വന്നിട്ടുണ്ട്. 8th പാർട്ട് നോക്കാം. 6/15. അപ്പോൾ ആദ്യമായിട്ട് 6ന്റെ കേസിൽ നമുക്കറിയാം 3 2s are 6. 6നെ ഫാക്ടറൈസ് ചെയ്താൽ എന്താണ്? 2 3 എന്ന് വരും. സോ 6ന്റെ സ്ഥാനത്ത് 2 into 3 എന്ന് എഴുതാം. 15 എന്താണ്? 5 3s are 15, അതായത് 5 into 3. അപ്പം ഇവിടെ വെച്ച് നമ്മളിനി ആദ്യമായിട്ട് പിയും ക്യൂവും കോപ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പം പിയുടെയും ക്യൂവിൻ്റെയും 6ന്റെയും 15ന്റെയും കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് 3 ഉണ്ട്. നമ്മൾ അതിനെ വെട്ടിക്കളഞ്ഞ് അതിനെ റെഡ്യൂസ് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് ഫോം കിട്ടി? 2/5 എന്ന് വന്നു. അപ്പം 2/5 ആണ് ഈ 6/15 ഏറ്റവും സിംപ്ലിഫൈഡ് ഫോം, അതായത് പിയും ക്യൂവും കോപ്രൈം ആയിട്ടുള്ള ഫോം. ഇനിയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ക്യൂവിൻ്റെ കേസിൽ ഇതെന്താണ്? 5ന്റെ ഫാക്ടർ ആണ്. 5ന്റെ ഫാക്ടർ ആണെങ്കിൽ നമുക്കറിയാം അത് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും. ഇനി ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ ഫസ്റ്റ് കേസ് പിയും ക്യൂവും കോപ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്തില്ലെങ്കിൽ 6/15 ചെയ്തു, 6/5 into 3 വന്നു. അപ്പം നമ്മൾ ക്യൂ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും 5ന്റെയും 3യുടെയും ഫാക്ടർ ആണ്. അത് നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് എന്ന് എഴുതാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പിയും ക്യൂവും കോപ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് ആദ്യമായിട്ട് 6നെ ഞാൻ ഫാക്ടേഴ്സ് എടുത്ത് എഴുതി, ദെൻ 15 എഴുതി. അതിൽ കോമൺ ആയിട്ടുള്ളതിനെ റെഡ്യൂസ് ചെയ്ത് 2/5 എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ക്യൂ ചെക്ക് ചെയ്യേണ്ടത്. 9th one, 35 divided by 15. അപ്പം 35നെ ഫാക്ടറൈസ് ചെയ്യണം, കാരണം അത് പ്രൈം നമ്പർ അല്ല. 5 കൊണ്ട് ചെയ്യുമ്പോൾ 7 5s are 35, 7 into 1 എന്ന് വന്നു. അപ്പോൾ 35ന് പകരം 5 into 7 എഴുതാം. ഇനി 50യുടെ കേസ് നോക്കാം. 50യെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 25 വന്നു, 5 5s are 25. എന്താണ്? 2 into 5 into 5 എന്ന് വന്നു. ഇനി അടുത്തായിട്ട് ഇവിടെ കോമൺ ആയിട്ടുള്ള 5 ഞാൻ വെട്ടിക്കളഞ്ഞു. ദെൻ 7/2 into 5 എന്ന് വന്നു. അപ്പം നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ പിയും ക്യൂവും കോപ്രൈം ആണെന്ന് ചെക്ക് ചെയ്തു. അത് ഇവിടെ 1 അല്ലാതെ മറ്റൊരു ഫാക്ടർ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിനും ഇല്ല. സെക്കൻഡ് ക്യൂ ചെക്ക് ചെയ്യണം, 2ഉം 5ഉം. അപ്പം 2ന്റെയും 5ന്റെയും ഫാക്ടർ ആണ്. സോ ഇതെന്തായിരിക്കും? ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും. അപ്പം ഇവിടെ 2ന്റെയും 5ന്റെയും ഫാക്ടർ ആയതുകൊണ്ടാണ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. ഇത് 77 divided by 210. അപ്പോൾ ഇവിടെ 77 ഒരു പ്രൈം നമ്പർ അല്ല. സോ 77നെ 7 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 into 1 11 എന്ന് വന്നു. 11 into 7 എന്ന് പറയുന്നതാണ് 77.
11 ഒരു പ്രൈം നമ്പർ ആണ്. സോ 11 into 1 11. സോ 77 പകരം 7 into 11 എന്ന് കിട്ടി. ഇനി 210നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. 210 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1 2s are 2 വന്നു. ദെൻ 1 ആണുള്ളത്. 1 2വിനേക്കാളും ചെറുതായതുകൊണ്ട് നമ്മളിവിടെ 0 ഇട്ട് കൊടുത്തു. ദെൻ 5 2s are 10. അപ്പം ഇങ്ങനെ ചെയ്യാൻ പാടുള്ളവർ 210നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് എടുത്തെടുക്കണം. എഗെയിൻ ഇതിനെ ഇനി 3 കൊണ്ട് നമുക്ക് ചെയ്യാം. 3 3s are 9, 5 3s are 15. 35 വന്നു. 5 കൊണ്ട് 7 7 പ്രൈം നമ്പർ 7 into 1. സോ 210 എന്ന് പറയുന്നത് 2 into 3 into 5 into 7. ഇനി മുകളിലും താഴെ നോക്കുമ്പോൾ 7 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇതിനുള്ളത് 11 ഡിവൈഡഡ് ബൈ 2 into 3 into 5. അപ്പം നമ്മുടെ ഫസ്റ്റ് കേസ് നോക്കാം. പി ക്യൂ കോപ്രൈമായി, അതായത് 7 ഉണ്ടായിരുന്നതിനെ നമ്മൾ ക്യാൻസൽ ചെയ്തു. ദെൻ ഇവിടെ 1 അല്ലാതെ മറ്റൊരു കോമൺ ഫാക്ടർ ഇല്ല. സോ ഇത് രണ്ടും കോപ്രൈമായി. ഇനി ക്യൂവിനെ ചെക്ക് ചെയ്യുമ്പം 2ഉം 5ഉം ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു 3യുടെ ഫാക്ടർ ആയിട്ടുണ്ട്. സോ ഇതെന്തായിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സസൈസ് 1.4 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോങ് ഡിവിഷൻ പെർഫോം ചെയ്യാതെ നമുക്ക് തന്നിരിക്കുന്ന റാഷണൽ നമ്പറിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് ആണോ എന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്നാമതായിട്ട് ന്യൂമറേറ്റർ പ്രൈം നമ്പർ ആണെങ്കിൽ ആ നമ്പർ മാത്രമേ കാണുകയുള്ളൂ. അതും 1 ആയിരിക്കും ഫാക്ടേഴ്സ്. അല്ലെങ്കിൽ അതിനെ ആദ്യം ഫാക്ടറൈസ് ചെയ്ത് അതിൻ്റെ ഫാക്ടേഴ്സ് എഴുതുക. ദെൻ ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതുക. ഫാക്ടേഴ്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് പിന്നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യേണ്ട പ്രശ്നമില്ല. അപ്പോൾ ആദ്യം ഫാക്ടറൈസ് ചെയ്ത് എഴുതുക. ദെൻ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് പിയും ക്യൂവും കോ പ്രൈം ആണോ എന്ന്. അതായത് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുക. അങ്ങനെ നമ്മൾ പിയും ക്യൂവും കോ പ്രൈം ആക്കി മാറ്റുക. അതിനുശേഷമാണ് നമ്മൾ അതിൻ്റെ ഡിനോമിനേറ്റർ ചെക്ക് ചെയ്യേണ്ടത്. ഡിനോമിനേറ്റർ 2ന്റെ ഫാക്ടറോ 5ന്റെ ഫാക്ടറോ 2ന്റെയും 5ന്റെയും ഫാക്ടർ ആവുകയാണെങ്കിൽ നമുക്ക് പറയാം അതെന്തായിരിക്കും? ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും ആ റാഷണൽ നമ്പർ തരിക. ഇനി ഈ 2ന്റെയും 5ന്റെയും ഫാക്ടർ അല്ല, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ മറ്റൊരു നമ്പർ കൂടെ ഫാക്ടറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അതെന്തായിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും കിട്ടുക. അപ്പം ഈ പിയും ക്യൂവും കോപ്രൈം ആയിരിക്കുക എന്നതും ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്.